ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ അത് പ്രയോജനപ്പെടും. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് സമീപത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കളമശ്ശേരിയിൽ നിന്നും ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൂരത്തായും ആലുവ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തായും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരത്തും ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തും ആലുവ റെയിൽവേ സ്റ്റേഷൻ, ആലുവ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഏതാണ്ട് ഒരു 4-4.5 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 50 മീറ്റർ ദൂരം വരുന്ന ഈ വീട് കിഴക്കോട്ട് ദർശനമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള വലിയൊരു ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KWA കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജ്, ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് ഫ്രണ്ടേജായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പുകളെല്ലാം ഒട്ടിച്ച് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 4:2 ടൈലുകൾ നൽകിയിരിക്കുന്നു. ഫോൾഡ് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ, ഇവിടെ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിലേക്ക് കിടക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസ്, അതിലൊരു വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വലിയ വിൻഡോകൾ സൈഡ് വശത്തായി നൽകിയിരിക്കുന്നു. കിച്ചൺ ഒന്ന് കാണാം. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടറുകളിൽ മൾട്ടിവുഡിൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ, ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കിഴക്കോട്ടാണ് ഇതിൻ്റെ ബർണർ വയ്ക്കുന്ന ഒരു ഏരിയ വരുന്നത്. കിച്ചൻ്റെ ബാക്ക് വശത്തായി ഒരു ചെറിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ബെഡ്റൂമിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വുഡിൻ്റെ ഡോറുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വെട്രിഫൈഡ് ടൈൽസുകൾ 4:2 വെട്രിഫൈഡ് ടൈൽസുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മിറർ യൂണിറ്റ് എല്ലാം അവൈലബിൾ ആണ്. ഡ്രസ്സിങ് ഏരിയ അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ ഈ ബാത്റൂം കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ ഫിനിഷുള്ള മാറ്റ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഈ ബെഡ്റൂമിന് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോ സൗകര്യം നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. മനോഹരമായൊരു ബാത്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തെ ഇൻവെർട്ടറി യൂണിറ്റും കട്ട്ലറി ക്രോക്കറികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി ടഫ് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീൽ നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് വാളുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പർഗോളകൾ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അപ്പർ ലിവിങ് ഏരിയയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് പോകാം. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. വുഡിൻ്റെ ഡോറാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബെഡ്റൂമിന് ധാരാളം വിൻഡോകൾ നൽകിയിട്ടുണ്ട്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും അവൈലബിൾ ആണ്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. മനോഹരമായ രീതിയിൽ നല്ല സ്പേഷ്യസ് കൂടിയ ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്കിവിടുത്തെ 4th ബെഡ്റൂം ഒന്ന് കാണാം. വുഡിൻ്റെ ഡോറാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയും തേക്കിലുമാണ്. മനോഹരമായ രീതിയിലാണ് ഈ ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം ഇവിടെയും അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യവും നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ഒരു ഡ്രസ്സിങ് ഏരിയ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു ബാൽക്കണിയും നമുക്ക് അവൈലബിൾ ആണ്. യൂട്ടിലിറ്റി സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ ബാൽക്കണി കിഴക്കോട്ട് ദർശനമായി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയാണ്. 2018 പോലും ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. വീട് വിസിറ്റ് ചെയ്യാനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി വീട് വാങ്ങാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.